മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാന്തൻപാറ പേത്തൊട്ടിയിൽ വ്യാപക മരം കൊള്ള. CHR വനമേഖലയിൽ നിന്നും 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. വൈസന്മാലിയിൽ വിദ്യാർത്ഥികൾക്ക് പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ പരിക്ക്. വൈസന്മാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ദേശീയപാത 85-ലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ. പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസിയോസ്. പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ വ്യാപക മരം കൊള്ള. CHR വനമേഖലയിൽ നിന്നും 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തിയത്. CHR മേഖലയിൽ നിന്നും മരം മുറിക്കുവാൻ അനുമതിയില്ല എന്നിരിക്കെയാണ് വ്യാപകമായി മരം വെട്ടിക്കടത്തിയത്. പഞ്ചായത്തിലെ പേത്തൊട്ടിയിൽ M. ബൊമ്മയ്യൻ എന്ന ആളുടെ പേരിലുള്ള 1.5 ഏക്കർ സ്ഥലത്തെ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ശാന്തൻപാറ വില്ലേജിൽ സർവേ നമ്പർ 78/1 ഉൾപ്പെടുന്ന സ്ഥലത്താണ് വനം കൊള്ള നടന്നിരിക്കുന്നത്. വലിയ ആളുകൾ, വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും CHR മേഖലയിൽ നിന്നും 100 കണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത്. ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു മരം മുറിക്കുകയാണ്, അല്ലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്നു വരിക. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് പോലും നടന്ന ഒരു വിഷയം, വൻ രീതിയിലുള്ള വനം കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു, പൊതുസമൂഹം ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ, അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ മേഖലയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തു. അനധികൃതമായി CHRൽ നിന്നും മരം മുറിച്ചു കടത്തിയതിനാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്.
ബോഡിമെട്ട് സെക്ഷന് കീഴിൽ വരുന്ന പ്രദേശമാണിവിടം. മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നിന്നുമാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വ്യാപകമായി കൃഷിനാശമുണ്ടായ പ്രദേശം കൂടിയാണിത്. സിറ്റി വിഷൻ, പൂപ്പാറ. വൈസന്മാലിയിൽ വിദ്യാർത്ഥികൾക്ക് പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ പരിക്ക്. വൈസന്മാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിൽ സ്കൂളിന് പുറത്ത് റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിലായിരുന്നു പെപ്പർ സ്പ്രേ പ്രയോഗം നടന്നത്. സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. സ്കൂളിന് പുറത്ത് റോഡിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായതാണ് വിവരം. ഇതിനിടയിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗത്തിന് മുതിർന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാഗവും തമ്മിൽ നടന്ന കയ്യാങ്കളിക്കിടെ ബഹളം കേട്ടെത്തിയ മറ്റു വിദ്യാർത്ഥികളും പെപ്പർ സ്പ്രേ ശ്വസിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് വിവരം. വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ട ഇരു കൂട്ടരും ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പെപ്പർ സ്പ്രേ പ്രയോഗത്തിന് മുതിർന്ന വിദ്യാർത്ഥി അടിമാലിയിലെ ആശുപത്രിയിലും മറുവിഭാഗം മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഇരു കൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കണമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ. ഈ മാസം 31 ബഹുജന പിന്തുണയോടെ NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയുമുണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് യാക്കോബായ സഭയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ ഈ മാസം 31 നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രോപോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു. ഈ സ്റ്റേ ഇത് ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന 31-ാം തീയതി ഇവിടുത്തെ ഹൈറേഞ്ച് പ്രദേശത്തിലെ ആളുകൾ മുഴുവൻ ഈ സ്റ്റേക്കെതിരായി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. യാക്കോബായെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ചിടത്തോളം, കലീനായനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇരിക്കുന്ന വൈദികരും കമ്മീഷൻ അംഗങ്ങളുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതിയുടെ കൂടെ ഉണ്ടാകും, ഏതറ്റം വരെയും കൂടെ ഉണ്ടാകും. ഇവിടെ സ്റ്റേക്ക് 30 ദേവാലയങ്ങളിൽ പ്രതിഷേധ ധർണയുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിനിറങ്ങുമെന്നും മെത്രോപോലീത്ത വ്യക്തമാക്കി. വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതായുണ്ട്. നിലവിലുള്ള നിയമ സംവിധാനത്തെ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.8862 ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട്. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിട്ടായിരുന്നു മുമ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. 2018 പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റപ്പെട്ടു. മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ടു പോകുന്നത്. കോളേജ് കെട്ടിടം തകർന്ന നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന സ്ഥലലഭ്യതയാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം. ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായിട്ടുള്ളത്. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 2.8862 ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയതുകൊണ്ട്
കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. മൂന്നാറിൻ്റെ ഒരു പ്രത്യേകതയെല്ലാം വെച്ചുകൊണ്ട് നിലവിൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പുതിയൊരു കെട്ടിടം പണിയണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അതനുസരിച്ച് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചെങ്കിൽ പോലും ഒരുമിച്ച് ഒരു 5 ഏക്കർ സ്ഥലമെങ്കിലും ഒരു സ്ഥലത്തും നമുക്ക് ലഭിക്കാതെ വന്നു. അങ്ങനെ ഏറ്റവും അവസാനം നിലവിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാർ ബഡ്ജറ്റ് ഹോട്ടൽ DTPCയുടെ കീഴിലുള്ള ബഡ്ജറ്റ് ഹോട്ടലോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ പുതിയ കോളേജ് പണിയാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം 10 ലക്ഷം രൂപയോളം സർക്കാർ നൽകി. അവിടെ സോയിൽ ടെസ്റ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ കോളേജ് പണിയാൻ, കെട്ടിടം പണിയുന്നതിന് വേറെ തടസ്സമൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള 1.4569 ഹെക്ടർ ഭൂമിയും DTPCയുടെ കൈവശമുള്ള 0.8332 ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള 0.5961 ഹെക്ടർ ഭൂമിയും ചേർന്നതാണ് പുതിയ സർക്കാർ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട്. മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു. ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയും ഉയരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പളനിവേലിന് കണ്ണീരോടെ വിട നൽകി തെക്കിന്റെ കാശ്മീർ. അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്ത്യോപചാരം അർപ്പിച്ചു. പി പളനിവേൽ എന്ന മൂന്നാറിന്റെ സമരനായകന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. 6.5 പതിറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് പി പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് മൂന്നാറിലുള്ളത്. തോട്ടം തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി എക്കാലവും സംഘടിത ശക്തിയായി നിലനിൽക്കണമെന്ന് ഓരോ തൊഴിലാളിയെയും പഠിപ്പിച്ച നേതൃത്വം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ, നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ, മുതലാളിത്തത്തോട് സന്ധി ചെയ്യാതെ മൂന്നാറിന്റെ തേയിലക്കാടുകളിൽ നിറഞ്ഞു നിന്ന പോരാട്ടവീര്യമായിരുന്നു പളനിവേൽ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. സഖാവ് പി പളനിവേലിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു തോട്ടം തൊഴിലാളി എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന സഖാവ് പളനിവേൽ തോട്ടം തൊഴിലാളികളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അരനൂറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദരണീയനായ നേതാവ്. പി പളനിവേലിന് വിട നൽകി രാഷ്ട്രീയ കേരളം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പ്രകാശ് ബാബു, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ, സത്യൻ മൊകേരി, MLA മാരായ വാഴൂർ സോമൻ, MM മണി, അഡ്വക്കേറ്റ് A രാജ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, AK മണി, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, KK ശിവരാമൻ, EK ശിവൻ, ES ബിജിമോൾ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും അന്ത്യോപചാരം അർപ്പിച്ചു. പിന്നെ ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ട് പഴയ മൂന്നാർ സ്കൗട്ട് സെന്ററിൽ അന്ത്യവിശ്രമം. പി പളനിയിലെന്ന സമരനായകൻ ഇനി മൂന്നാറിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത, മായ്ക്കാൻ കഴിയാത്ത ഓർമ്മ. സിറ്റി വിഷൻ, മൂന്നാർ. രാജകുമാരിയിൽ വയോധിക മാത്രമുള്ള സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEBിക്ക് ഗുരുതര വീഴ്ച. ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും KSEB ജീവനക്കാർ ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു. വൈദ്യുതി വിച്ഛേദിച്ചത് KSEB അല്ല എന്നായിരുന്നു KSEBയുടെ ആദ്യ നിലപാട്.
കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാജകുമാരി ശല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയത്. സിബിയുടെ അമ്മയായ 75-കാരി അന്നമ്മ മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തിയ ജീവനക്കാരൻ ബില്ലടച്ചില്ല എന്ന് സൂചിപ്പിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു. ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും ഇത് ഫ്യൂസ് ഊരുകയായിരുന്നു. തുടർന്ന് 1.5 ദിവസം വീട്ടിലെ വൈദ്യുതി തടസ്സപ്പെട്ടു. KECB അറിയിച്ചപ്പോൾ ജീവനക്കാരല്ല മറ്റാരെങ്കിലും ഫ്യൂസ് മാറ്റിയതാവാമെന്നാണ് അറിയിച്ചത്. സിബിയുടെ പരാതിയെ തുടർന്ന് KECB നടത്തിയ അന്വേഷണത്തിലാണ് ഫ്യൂസ് ഊരിയത് കരാർ ജീവനക്കാരനായ സിബീഷ് ആണെന്ന് വ്യക്തമായത്. വീട് മാറിയതാണെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. അത് കൺസ്യൂമർ മാറിപ്പോയതാ, വേറെ വീടാന്ന് ഓർത്തുകൊണ്ട് മാറി ഊരിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വേറെ വീടാണ് 7 ദിവസം വരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴേ ഊരി ആളാരാന്നും ഇയാളെ വെച്ചെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞു. ബില്ലടച്ചതാണെന്ന് അറിയിച്ചിട്ടും വൈദ്യുതി തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുകയാണ് സിബിയും കുടുംബവും. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി ചെറിയൊരിടവേള. സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. 1 വർഷം മുമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത ലേബർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാതെ കാടുകയറി നശിക്കുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം കന്നുകാലികളുടെയും തെരുവ നായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറി. മൂന്നാർ ന്യൂനഗറിലായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. പതിറ്റാണ്ടുകളായി വാടക കെട്ടിടങ്ങൾ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാതെ കാട് കയറി നശിക്കുന്നത്. 2.5 കോടി രൂപ ചെലവിട്ട മൂന്നാർ ന്യൂനഗറിൽ 2 നിലകളിലായി നിർമ്മിച്ച ലേബർ കോംപ്ലക്സ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-നാണ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. ഡെപ്യൂട്ടി ലേബർ ഓഫീസ് അസിസ്റ്റന്റ്, ലേബർ ഓഫീസ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസ് ഓഫീസ് എന്നിവയാണ് പുതിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് നാളുകൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റിയിട്ടില്ല. മൂന്നാർ കോളനിയിൽ 1 കൊല്ലത്തിന് മുമ്പ് പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് 2.5 കോടി രൂപ മുടക്കി, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടി രൂപ മുടക്കി പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് നാളിതുവരെയും തുറന്ന് പ്രവർത്തിക്കാൻ ആയിട്ടില്ല. മാത്രമല്ല, അതിനകത്ത് കന്നുകാലിയിലും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് അതിനകത്ത് നടക്കുന്നത്. മൊത്തം കന്നുകാലിയുടെ ചാണകവും അത് പൊളിയുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. തോട്ടമേഖലയായ മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച തൊഴിൽ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപമുള്ള സ്വകാര്യ കമ്പനി കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കോംപ്ലക്സിന് ചുറ്റും സംരക്ഷണ ഭിത്തിയില്ലാത്തതും ശുദ്ധജല സൗകര്യമില്ലാത്തതുമാണ് ഓഫീസുകൾ തുറക്കുന്നതിന് തടസ്സമെന്നാണ് ഇക്കാര്യത്തിലുള്ള വകുപ്പിന്റെ വിശദീകരണം. കാട് കയറി കിടക്കുന്ന കെട്ടിടം വൈകുന്നേരമായാൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. കൂടാതെ കന്നുകാലികളും തെരുവ നായ്ക്കളും രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്നത് ഈ കെട്ടിടത്തിനുള്ളിലാണ്. സിറ്റി വിഷൻ, മൂന്നാർ. ചിന്നക്കനാൽ പെരിയ കനാലിൽ ലോഡുമായി എത്തിയ ലോറി ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി INTUC ദേവികുളം റീജിയണൽ പ്രസിഡന്റ് D. കുമാർ. ലോഡുമായി എത്തിയവരാണ് ആദ്യം തൊഴിലാളികളോട് പ്രകോപനപരമായി പെരുമാറിയതെന്ന് D. കുമാർ പറഞ്ഞു. ലോഡുമായി എത്തിയവരെ മർദ്ദിച്ച സംഭവത്തെ ന്യായീകരിക്കുന്നില്ല. തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പക്ഷേ സംഭവത്തിൽ INTUC പ്രവർത്തകർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും D. കുമാർ വ്യക്തമാക്കി. ആ ഡ്രൈവർ ആ തരത്തിൽ തൊഴിലാളികൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനിയുടെ മാനേജറോട് പറഞ്ഞാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ.
ഈ ഡ്രൈവറും ഈ ക്ലീനറും കൂടി ഈ തൊഴിലാളികളെ ആക്ഷേപം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകാൻ കാരണം. പക്ഷേ ആ ഡ്രൈവറെ തല്ലിയത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് അവിടെ ലോഡ് ഇറക്കാൻ വന്നത് INTC തൊഴിലാളികൾ മാത്രമല്ല, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CITയുടെ 2 തൊഴിലാളികളും ഉണ്ട്. അവരുടെ ആളുകൾ വന്നായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും പറയാതെ ഇത് INTC മാത്രം കുറ്റം പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. തൊഴിലാളി ഭാഗത്ത് ഉണ്ടായത് തെറ്റാണ്. അത് ഒരിക്കലും INTC സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കുന്ന സംഘടനയല്ല. കട്ടപ്പന 20 ഏക്കറിൽ അപകടം തുടർക്കഥയാവുന്നു. ഇരുവശങ്ങളിലും നിന്ന് വരുന്ന ബസ്സുകൾ ഒരേ സ്ഥലത്ത് നിർത്തിയിടുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. കട്ടപ്പന ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ സിബ്ര ലൈനിൽ ആശുപത്രി റോഡിലേക്ക് വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധമാണ് നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഇടപെട്ട വാഹനങ്ങൾ മാറ്റി നിർത്തിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. കട്ടപ്പന 20 ഏക്കറിൽ അപകടം നിത്യസംഭവമായിരിക്കുകയാണ്. ബസ്സുകൾ തോന്നിയ പോലെ നിർത്തിയിടുന്നതാണ് അപകടാവസ്ഥക്കിടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനമിടിച്ച ഒരു സ്ത്രീക്ക് അപകടം സംഭവിച്ചിരുന്നു. ഇവർ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല. കട്ടപ്പന ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ താലൂക്ക് ആശുപത്രി റോഡിന് അഭിമുഖമായി സീബ്ര ലൈനിലാണ് നിർത്തിയിടുന്നത്. പിന്നീട് ആശുപത്രിയിലേക്ക് ഒരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയില്ല. കട്ടപ്പനയിൽ നിന്നും വരുന്ന ബസ് ഇതിനെ എതിർവശത്ത് നിർത്തുന്നതിനാൽ മിക്കപ്പോഴും ഗതാഗതക്കുരുക്കും ഉണ്ടാവുകയാണ്. ആശുപത്രിയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകളും കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കാൻ വേണ്ടി നിർത്തുന്ന സർവീസ് ബസ്സുകൾ മുഴുവൻ ഈ റോഡിനെ ക്രോസ് ചെയ്താണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തുണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് അതിനെ ക്രോസ് ചെയ്ത് ആൾക്കാർ കിടക്കുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആളുകൾ കടന്നു പോകുന്നത് അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മറ്റൊന്ന് പറയുന്ന ഇത് മണിക്കൂറുകൾ ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ആംബുലൻസുകൾ കടന്നു പോകുന്ന റോഡാണ്. പലപ്പോഴും ആംബുലൻസുകൾ കയറി വരുമ്പോൾ ഇവിടെ ഈ സർവീസ് ബസ്സുകൾ നിർത്തിയിട്ട് വാഹന ഗതാഗത കുരുക്കുണ്ടാകുന്നു. അടിയന്തര ആവശ്യത്തിന് പലപ്പോഴും പോകുന്ന ആംബുലൻസുകൾ നിർത്തിയിടേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നു. ആശുപത്രി പരിസരത്ത് കൊണ്ട് 2 സൈഡിലും വണ്ടി ഇടുകയാണ്. ഒരു വലിയ വണ്ടിയോ ചെറിയ വണ്ടിയോ വന്നാൽ അതിൽ കടന്നു പോകാനുള്ള സൗകര്യമില്ല. പല പ്രാവശ്യം പറഞ്ഞ ഒരു സൈഡിലെ വണ്ടി ഇടാവുള്ളൂ. അതിന് നഗരസഭയിൽ നിന്നൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാണ്. 2 ബസ്സുകൾ സമാന്തരമായി നിർത്തിക്കഴിയുമ്പോൾ ബുദ്ധിമുട്ടിലാവുന്നത് കാൽനട യാത്രക്കാരാണ്. ഇരുവശത്തും വാഹനം നിർത്തിയിടുന്നതിനാലാണ് കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ കാരണം. മുനിസിപ്പാലിറ്റിയിലെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി 20 ഏക്കറിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. നെടുങ്കണ്ടം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആക്രമിക്കുകയും ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്ത യുവാവ് കസ്റ്റഡിയിൽ. നെടുങ്കണ്ടം ചാറൽമേട് കല്ലേലുങ്കൽ ബിജുമോൻ ബാബുവാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ 10:30ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. ഡിസ്പെൻസറിയിലെത്തിയ ബിജുമോൻ ശരീരവേദനയ്ക്ക് കുഴമ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയം മറ്റു രോഗികളും ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ മീറ്റിംഗിന് പോയിരുന്നു. കുഴമ്പ് വാങ്ങി പുറത്തിറങ്ങിയ ബിജുമോൻ വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും റോഡിൽ നിന്നും വലിയ കല്ലുകൾ പെറുക്കി ജനൽ ചില്ലുകൾക്ക് നേരെ എറിയുകയും ചെയ്തു. 8 ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ അക്രമാസക്തനായിട്ട് മയക്കുമരുന്ന് എന്തോ അടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ആശുപത്രിയെല്ലാം തല്ലി പൊളിക്കുന്നു. കല്ലിന് ഭയങ്കര ഏറെ. ഞങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നു. അന്നേരം തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു. ഞങ്ങൾ അന്നേരം തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക ചെയ്ത് ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗ്ലാസും എല്ലാം പൊട്ടിച്ചു കുറേ ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുണ്ട്. അവരെ കണ്ടമാനം ചീത്ത വിളിക്കുകയും വൃത്തികെട്ട വാർത്തകളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നും ഇയാൾ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാന്തൻപാറ പേത്തൊട്ടിയിൽ വ്യാപക മരം കൊള്ള. CHR വനമേഖലയിൽ നിന്നും 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. വൈസന്മാലിയിൽ വിദ്യാർത്ഥികൾക്ക് പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ പരിക്ക്. വൈസന്മാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്.
ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യ പ്രതിഷേധവുമായി യാക്കോബായ സഭ. പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനസിയോസ്. പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു. കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.